ആ പ്രതി മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള നജീബ് കാന്തപുരം എന്നുള്ള പേരുകാരനാണ് രജിസ്റ്റർ ചെയ്തപ്പോൾ താങ്കളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് താങ്കൾ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് താങ്കൾ MLA അല്ലായിരിക്കും, അപ്പോഴായിരിക്കാം രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഒരു MLA ആയ ശേഷം താങ്കളുടെ പേരിൽ എന്തൊക്കെ നടത്തുന്നു എന്ന് താങ്കൾ വർഷാവർഷങ്ങളിൽ നൽകേണ്ടുന്ന ഡോക്യുമെന്റുകളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഇനി മാറ്റി എടുക്കാൻ പോവാം. എല്ലാം താങ്കളുമായി ബന്ധപ്പെട്ട സകല ഇടപാടുകളും അതിന്റെ ഒരു അറ്റം പിടിച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വേഗം ഈ കുറ്റരെങ്കിലും അങ്ങ് എഴുതുക. അപ്പൊ നമ്മൾ ഈ വിഷയം അവിടെ വിടും. പിന്നെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് താങ്കൾ പരിമിതപ്പെടും ഈ കാര്യത്തിൽ. അപ്പൊ നമ്മൾ മറ്റോരോരോ കാര്യങ്ങളായിട്ട് തുടങ്ങും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ, പെരിന്തൽമണ്ണക്കാരുടെ മുന്നിൽ ഏറ്റവും അവസാനത്തെ ആളെ വരെ ഉദ്ധരിക്കാൻ ഗാന്ധി ജയന്തി ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും ഒക്കെ താങ്കൾ നടത്തിയ പൊറാട്ട് നാടകം അവസാനിക്കുകയാണ്. താങ്കൾ നടത്തിയിരുന്നത് ഒരു വലിയ തട്ടിപ്പായിരുന്നു. നജീബ് കാന്തപുരവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ നിഗൂഢതകൾ തോന്നുന്ന ഒരു വാക്ക് പുറത്തുവിടുകയാണ്, അരൂഹ. എന്താണ് അരൂഹ? ആരാണ് അരൂഹ? കൊടുവള്ളിയിലെ ഞാൻ കേട്ടിരിക്കുന്നത് ഇതെന്തോ ഇന്റർനാഷണൽ ട്രാവൽ ഏജൻസിയാണ്. ആളുകളെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു കൊടുക്കലും മറ്റ് പല സംവിധാനങ്ങളും ഒക്കെയാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത്. പക്ഷേ നജീബ് കാന്തപുരവുമായി ബന്ധപ്പെട്ട് അരൂഹ എന്ന് പറയുന്ന ഈ സ്ഥാപനം, ഈ രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റി, അതെങ്ങനെയാണ് ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ എല്ലാ അറ്റവും പിടിച്ചു ചെല്ലുമ്പോൾ ചെന്നെത്തുന്ന ഒരു വാക്കായി, ഒരു ബിസിനസ് പങ്കാളിയായി ഗൂഗിൾ പേ പോകുന്നത്? കാനറ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇപ്പൊ പറയുന്നില്ല. ആ കാനറ ബാങ്കിലെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടണം എത്രയും പെട്ടെന്ന്. കാനറ ബാങ്കിലെ മുദ്രയുടെ പേരിൽ നിന്നുള്ള, മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പേരിൽ നിന്നാണ് ജിപേ ട്രാൻസാക്ഷൻ ലഭിക്കുന്നവരൊക്കെ. അവർക്ക് അതുകൊണ്ട് തന്നെ പെരുന്തൽമണ്ണക്കാർക്ക് മുദ്ര ഭയങ്കര സുപരിചിതമാണ്. കാരണം MLA-യുമായി ബന്ധപ്പെട്ട കാറിന് പെട്രോൾ അടിച്ചാലും വീട്ടിക്ക് മീൻ വാങ്ങിയാലും പണം ചെല്ലുന്നത്, ജിപേ ചെല്ലുന്നത് മുദ്രയുടെ കാനറ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അക്കൗണ്ട് നമ്പർ ഞാനിപ്പോ വ്യക്തമാക്കി തരാം. ഇതിന്റെയൊക്കെ കണക്ക് നമ്മുടെ കയ്യിൽ താങ്കൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കാണിച്ചാൽ. പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ രീതിയിൽ എനിക്കെന്തോ ബന്ധപ്പെട്ട രീതിയിലൊക്കെയുള്ള അനുമാനങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നത് കൊണ്ട്, കാരണം ലീഗ് അണികളെയും കോൺഗ്രസ് അണികളെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അണിനിരക്കിക്കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഒരു ശൈലിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു സിവിൽ സർവീസുകാരൻ എന്നുള്ള മേഖലാസം എനിക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെന്നോ അതിന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞു കേട്ടു. ഈ പണം കൈപ്പറ്റിയതിന്റെ രേഖയും താങ്കൾ പുറത്തുവിടണം. താങ്കളെല്ലാം പുറത്തുവിട്ടല്ലേ, മേശപ്പുറത്ത് അടിച്ചടിച്ചല്ലേ, ഒന്ന് പുറത്തുവിടണമേ. താങ്കൾക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ മുട്ടി നിൽക്കുകയാണ്, എനിക്ക് ഒരു ക്ലാസ് വരുമെന്ന് പറഞ്ഞു കേട്ടു. താങ്കൾ ആ സ്ഥാപനത്തിൽ താങ്കൾ നടത്തുന്ന തട്ടിപ്പുണ്ടല്ലോ, യഥാർത്ഥ സിവിൽ സർവീസ് മോഹികളെ പോലും താങ്കൾ വഞ്ചിക്കുന്ന ഇടപാട് നടത്തുന്നുണ്ടല്ലോ. ആ സ്ഥാപനം നന്നായി കാണണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരുപാട് മനുഷ്യൻ ഒരാളായിരുന്നു ഞാനും. കാരണം നല്ല ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതിന്റെ പുറകിൽ എന്നുള്ളതിന്റെ വിശ്വാസത്തിലാണ് ഞാൻ അവിടെ സന്ദർശിച്ചതാണ്. ഞാനിത് കണ്ടു ബോധ്യപ്പെട്ടതാണ് ഇത് തട്ടിപ്പാണെന്ന്. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതെ, കണ്ടു ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിനും ആവർത്തിച്ച് പറയുന്നുണ്ട്. അവസാനത്തെ ആൾ വരെ അദ്ദേഹം ഈ പ്രയോഗം കടമെടുത്തത് പോലും ഗാന്ധിജിയെ കൂട്ടിപ്പിടിച്ച് ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പറയാക്കാൻ വേണ്ടി ഗാന്ധി ജയന്തി ദിനത്തെയൊക്കെ, സ്വാതന്ത്ര്യ ദിനത്തെ, റിപ്പബ്ലിക് ദിനത്തെയൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ടൈം ലൈൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞ് ഗാന്ധി ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പുസ്തകത്തിന്റെ ആശയത്തെ, ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ വരെ ഉദ്ധാരണം കൊണ്ടാണ് സമൂഹം മെച്ചപ്പെടുന്നത് എന്നുള്ള കാഴ്ചപ്പാടിനെയൊക്കെ സമർത്ഥമായി ദുരുപയോഗം ചെയ്ത ഒരു ജനപ്രതിനിധിയുടെ കള്ളി വെളിച്ചത്തായത് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പകുതി വിലയ്ക്ക് എന്ന മോഡസ് ഓപ്പറാൻഡിയിൽ അനന്തകൃഷ്ണൻ തുടങ്ങി വെച്ച ഒരു തട്ടിപ്പിന് CSR എങ്ങനെയാണോ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നത്, അതിന്റെ അതേ പകർപ്പ് തന്നെയാണ് NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന അനന്തുവിന്റെ സംഘടനയും എന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മോഡലിലേക്ക് വരുമ്പോൾ ആ പദ്ധതിയെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കുറെ ഉരുണ്ട് കളിച്ചു. ഈ പുതിയ തലമുറയുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങ് മെഴുകുകയായിരുന്നു. ആ മെഴുക്ക് നമുക്ക് അത്യാവശ്യം മറ്റുള്ളവരുടെ മേത്തേക്കൊക്കെ കറ തെറിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ചോദ്യങ്ങളൊന്നും നേരിടാൻ ധൈര്യം കാണിക്കാതെ ഉരുണ്ട് കളിച്ച്
അന്നവർക്ക് ചായയും കാപ്പിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടുവെങ്കിൽ ലീഗ് ഓഫീസിൽ, പെരിന്തൽമണ്ണ ലീഗ് ഓഫീസിൽ ഒരുപക്ഷെ MLA ആയതിനു ശേഷം ആദ്യമായി ഇത്രയധികം കോൺഗ്രസുകാരെയും ലീഗുകാരെയും അദ്ദേഹം ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത്. ഇതുവരെയൊന്നും അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം മുദ്രയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു പ്രതിനിധിത്തിരുന്നത്. മുദ്രയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത്. അന്നൊന്നും ഓർമ്മയുണ്ടാവാതെ പോയ പാവം ലീഗുകാരെയും കോൺഗ്രസുകാരെയും ഒക്കെ ഇത് നിരത്തി ഇരുത്തി അവരുടെ ഒക്കെ പിൻബലത്തിലാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഈ ലൈവ് കഴിയുന്നതോടുകൂടി കൂടെയുള്ള ബാക്കി ലീഗുകാരും കോൺഗ്രസുകാരും കൂടി താങ്കളെ കൈയൊഴിയും. അതാണ് താങ്കളുടെ മെഡിക്കൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണം എന്നാണ് ഖേദപൂർവ്വം അറിയിക്കാറുള്ളത്. കാരണം താങ്കൾ അതിസമർത്ഥമായി ഇന്ന് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രീയത്തിന്റെ ലേബലിൽ താങ്കൾക്ക് രക്ഷ കിട്ടും എന്നുള്ളത് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇല്ല മിസ്റ്റർ നജീബ് കാന്തപുരം, താങ്കൾ ഒറ്റയ്ക്കാണ് ഈ കുറ്റം ചെയ്തത് എങ്കിൽ താങ്കളുടെ കുറ്റപ്രതികളായി താങ്കളുടെ ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റിലെ ആളുകൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് എങ്കിൽ അതിന്റെ കഥ, അതിന്റെ പാപം കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും തലയിൽ കെട്ടിവെച്ച് UDFന്റെ കവചം, രക്ഷാകവചം തീർത്തുകൊണ്ട് താങ്കൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ട. അത് ഏറിയ അരമണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് ലീഗ് തരുന്ന രാഷ്ട്രീയ സംരക്ഷണം എന്നേക്കുമായി അവസാനിപ്പിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം ലീഗിന് BJP ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ലീഗുകാർ പിന്നെ സമ്മതിക്കേണ്ട ആവശ്യം വരുമോ? വലിയ ആ വിഷയം ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവരാം. നജീബ് കാന്തപുരത്തിന് മാത്രമേ BJP ആയിട്ട് ബന്ധമുള്ളൂ എന്ന് ലീഗുകാർ തള്ളി പറഞ്ഞാൽ പ്രശ്നം തീർക്കൂലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് ഓരോന്നോരോന്നായി വരാം. അപ്പൊ മിസ്റ്റർ നജീബ് കാന്തപുരം ആദ്യം തന്നെ താങ്കളോട് ക്ഷമ ചോദിക്കുകയാണ്. വളരെ ഖേദപൂർവ്വം തന്നെ ഞാനത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യണം. ഇന്നലത്തെ പ്രതിഷേധ പ്രകടനത്തിൽ പ്രാസമൊപ്പിച്ചാണെങ്കിലും പാടില്ലാത്തൊരു വിളി, താങ്കൾ അതിനെ ബോഡി ഷേമിംഗ് എന്ന വാക്കിലൂടെ താങ്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അത് ഒരിക്കലും ഒരു യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതിന്റെ ഖേദപ്രകടനം ആത്മാർത്ഥമാണെന്ന് താങ്കൾ ഉൾക്കൊള്ളണം. കാരണം അത് വിളിച്ചവർക്ക് പോലും ഒരു വിളിക്കപ്പുറം നമ്മൾക്ക് തിരിഞ്ഞ് അവരെടുത്ത് എന്താ കാണിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. പ്രാസം ഒപ്പിച്ചു പോയ ആ വിളിക്ക് അതുപോലെ ഒരു ന്യായീകരണമല്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ മുദ്രാവാക്യം പോലും പിൻവലിക്കുന്നു. താങ്കൾക്ക് അതിനുണ്ടായ, അല്ലെങ്കിൽ അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വിവിധ സംഘടനയിൽ നിന്നുണ്ടായത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റേറ്റ് പറയുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് പറയേണ്ടായി. താങ്കളുടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചോദിച്ചിരുന്നു. ഈ മുദ്രയുമായി ബന്ധപ്പെട്ട്, ഇത് മുദ്രയുടെ വെബ്സൈറ്റ് ആണ്, ഞാൻ അന്ന് പറഞ്ഞ അതേ വെബ്സൈറ്റ് ആണ്, ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അതില് കമ്പനിയെ പറ്റി അവർ സ്റ്റോറി എന്ന് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവർ സ്റ്റോറിയിലെ അവർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നും അദ്ദേഹം പ്രസംഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും പേരുകൾ പുറത്തുവിടട്ടെ. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് പ്രസംഗങ്ങളുടെ എണ്ണം കുറയുന്ന, കാരണം പേര് പുറത്തുവിടാൻ ആരൊക്കെ താല്പര്യം ഉണ്ടാവുക? ഇങ്ങനെ നാളെ നിൽക്കുന്ന ഇത്രയും വലിയ ഗുരുതരമായ തെറ്റ് അറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ചെയ്ത ഒരു സംവിധാനവുമായി ആരും തന്നെ ഇനി അസോസിയേറ്റ് ചെയ്യുന്നത് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊക്കെ പുറത്തുവിടാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ പോട്ടെ. ഇതിന്റെ ലീഗൽ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് സൂചിപ്പിച്ചു. എന്താണ് താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റ് ആണെന്ന് താങ്കൾ പോലും പറയുന്നില്ല. അവിടെ ആളുകൾ വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പത്രസമ്മേളനത്തിൽ. ട്രസ്റ്റ് ആണോ, സൊസൈറ്റി രജിസ്ട്രേഷൻ ആണോ, രജിസ്ട്രേഷൻ നമ്പർ, അതൊക്കെ ഉണ്ട്. ഇതിനെ മേശപ്പുറത്ത് അടിച്ചു കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഉള്ളതൊക്കെ ഞാൻ ചോദിക്കുകയാണ് ആദ്യം തന്നെ. അത് ആദ്യമേ വ്യക്തമാക്കുന്നു. താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് കൈ വെച്ച് കാണിച്ച ആ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്, അത് ഈ 80Gക്കും 12Aക്കും പിന്നെ താങ്കൾ തന്നെ, എനിക്ക് വലിയ വിവരമില്ലാത്തത് ഞാൻ പറയാണ്, ഈ CSRന്റേതായുള്ള രജിസ്ട്രേഷന് വേണ്ടി താങ്കൾ ആദ്യത്തെ ലെവൽ കടന്നു എന്ന് പറയുന്നു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 80Gയും 12Aയും പറഞ്ഞു. ബാക്കിയാണ് താങ്കൾ തന്നെ വിളിക്കും. ഇതൊക്കെ കരസ്ഥമാക്കുന്നത് വരെയുള്ള 3 വർഷത്തെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റുകൾ താങ്കളുടെ ഉണ്ടാവും. അതിനകത്ത് താങ്കൾ പെരുന്തൽമണ്ണ എനിക്ക് വണ്ടി കയറുന്നതിന് മുമ്പേ ഈ കള്ളത്തരൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അതിന് യൂത്ത് ലീഗിന് ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഫണ്ട് പിരിവ് തത്വ എന്ന് പറയുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ താങ്കൾ എത്രത്തോളം ആരോപണത്തിന് വിധേയനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കൊണ്ടുവന്നില്ല. താങ്കളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുന്നില്ല. പക്ഷെ അപ്പൊ മുദ്രയ്ക്ക് താങ്കൾ പെരുന്തൽമണ്ണ MLA ആവുന്നതിന് മുന്നേ അസ്തിത്വം ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ, 3 വർഷത്തെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അതിന് ഇത്തരം എക്സംഷനുകൾ കിട്ടിയത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സംഷനുകൾ കിട്ടുന്നത് വരെയുള്ള ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈമാറ്റത്തുന്ന ഒരു ഏർപ്പാടുണ്ട് നിയമത്തിന്റെ മുന്നിൽ. അത് അവസാനിപ്പിക്കാം, ആ ഒളിച്ചുകളി അവസാനിപ്പിക്കാം. ആ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സും എന്തായാലും കിട്ടണം, കാണണം. അത് നേരിട്ട് വരേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഏൽപ്പിച്ച അധികാരം കേസ് മുഴുകും.
ഈ ഒരു പത്രസമ്മേളനം കൂടി കഴിയുമ്പോൾ താങ്കൾ ചെയ്ത ക്രൈം ഒറ്റപ്പെട്ട ഒരു ക്രൈമാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാവും, നിയമപാലനം നടത്തുന്ന ആളുകൾക്കും അത് മനസ്സിലാവും. അവർ അതിൻ്റെതായ വഴിക്ക് നീങ്ങും. അത് ഇടി മുതൽ ആരൊക്കെ അതിൽ വരും എന്നതൊക്കെ താങ്കൾ വിളിച്ചു പറയുന്നതനുസരിച്ച് തന്നെയായിരിക്കും താങ്കൾ കൊടുക്കുക. അപ്പൊ താങ്കളുടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല, പൊതുസമൂഹത്തിന് ആർക്കും അറിയില്ല. താങ്കൾ എന്ത് വ്യവസ്ഥയിലാണ്, എന്ത് ധാരണയാണ്, ഈ ധാരണകളും വ്യവസ്ഥകളും എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പുറത്താണല്ലോ മനുഷ്യൻ സേവനത്തിനാണെങ്കിൽ പോലും ഇറങ്ങുക. അതൊന്ന് വെളിച്ചത്താകണം. പ്രൈവസി പോളിസി ഉണ്ടെങ്കിൽ താങ്കൾക്ക് കാണുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പറഞ്ഞു തരണം. എന്താണ് താങ്കളുടെ റീഫണ്ട് പോളിസി, അതും അറിയില്ല. പിന്നെ ഈ ആക്സസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്, ഇത് നാലും ഇന്നെങ്കിലും ആ വെബ്സൈറ്റിൽ ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധം ഒന്ന് ആക്കി തരണം എന്നുള്ളത് ഞാൻ 2 ദിവസം മുന്നേ സൂചിപ്പിച്ചു, ഇന്ന് ആവർത്തിക്കുകയാണ്. അപ്പൊ താങ്കളുടെ സുതാര്യതയുണ്ട് എന്ന് താങ്കൾ പറഞ്ഞ് മേശിനിങ്ങനെ കൈയടിച്ച് കാണിച്ച സകല ഡോക്യുമെന്റും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ താങ്കളുടെ വെബ്സൈറ്റിൽ കൂടെ താങ്കൾ ലൈവ് പോകുമ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജ് ഒന്നും വിടാണ്ട് ലൈവ് കിട്ടൂലോ, ഇതും വിടാഹേ. എന്തൊക്കെ ഈ പറഞ്ഞത് താങ്കൾ പറഞ്ഞല്ലോ, താങ്കളുടെ കയ്യിൽ ആർക്കും വേണമെങ്കിലും പരിശോധിക്കാമെന്ന്. താങ്കൾ ഒരു കണക്ക് പറഞ്ഞല്ലോ, എത്ര പേരുടെ വാങ്ങി, എത്ര പേർക്ക് കൊടുക്കാൻ സാധിച്ചു, ഇനി എത്ര എന്ന് സകല കണക്കും താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ 24 മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കള്ളൻ എന്ന് വിളിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. അവിടെ പ്രാസംഗിച്ചത് ഒരു വിളിക്കും ഒരു സാധ്യതയും ഇല്ലാത്ത വിധം തന്നെ താങ്കൾ വെറും കള്ളനാണ് എന്ന് കേരളത്തിലെ ജനത, പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് ഏകദേശം 40-45 മണിക്കൂർ കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു രസകരമായ വസ്തുത, അദ്ദേഹം എന്തൊരു ഇരവാദം മുഴക്കുന്നുണ്ട്. എന്താ, താൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിലെ NGO-കളുടെ വിശ്വാസ്യതയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടു ഈ ഒരു സാധനത്തിലുള്ള NGO-കളുടെ വിശ്വാസ്യത. അദ്ദേഹത്തിന്റെ ബിസിനസ് കുറയുന്നത് പേടികൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. താങ്കൾ പറയുന്നതിന് മുന്നേ, താങ്കളൊക്കെ ഇതുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ യഥാർത്ഥത്തിൽ NGO ആയി പ്രവർത്തിച്ച ഒരുപാട് സംഘടനകൾ കേരളത്തിന്റെ മണ്ണിൽ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGO, സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ, രജിസ്റ്റേർഡ് എന്റിറ്റികളായി ചെയ്യുന്നവരുണ്ടായിരുന്നു. അവർ ചെയ്തതിന്റെ മെച്ചം ഈ ജനത അനുഭവിച്ചിട്ടുണ്ട്. അവരാരും തന്നെ പകുതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞൊരു സൗകര്യം ചെയ്തിട്ടില്ല. മിസ്റ്റർ നജീബ് കാന്തപുരം, താങ്കൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ സ്കീമിൽ പകുതി വിലയ്ക്ക് ഒരു ആൾക്ക് കൊടുക്കുന്നതിന് പകരം താങ്കൾ യഥാർത്ഥത്തിൽ ഒരു NGO ആയിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഇതിന്റെ പുറകിലെ നൂലാമാലകളൊക്കെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തട്ടിപ്പും വെട്ടിപ്പും എവിടെയാണെന്നും അറിഞ്ഞിട്ടും താങ്കൾ ഇത് ചെയ്യുന്നതിന് പകരം, ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ 2 ആൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരാളിലേക്ക് ചുരുങ്ങുമായിരുന്നു എന്നൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. പൂർണ്ണമായും വ്യക്തികൾക്ക് താങ്കൾ എന്തുകൊണ്ടാണ് സൗജന്യത്തിൽ കൊടുക്കാഞ്ഞത്? എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യാനുള്ളത്, സൗജന്യമായി ഇരുചക്രവാഹനം വിതരണം ചെയ്യാനുള്ളത് ശരിയാണ്. സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന്റെ നേർ പകുതിയാണ് പൂർണ്ണമായി സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ പിന്നെ ഈ ഒരു മോഡൽ, അതായത് അനന്തകൃഷ്ണൻ വികസിപ്പിച്ച മോഡൽ പെരിന്തൽമണ്ണയിൽ താങ്കൾ സ്വന്തം ലേബലിൽ തന്നെ നടപ്പിലാക്കാൻ താങ്കൾ അവിടെയും എന്തോ അനന്തകൃഷ്ണന്റെ പരിപാടി താങ്കൾ ഏറ്റെടുത്തത് മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പത്രക്കാരുടെ മുന്നിലേക്കായിട്ട് ഇത് വളരെ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇത് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നാഷണൽ NGO കോൺഫെഡറേഷൻ, അതായത് അനന്തകൃഷ്ണനുമായി ഈ തട്ടിപ്പിന് ബന്ധമുണ്ടെന്നും അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന് അദ്ദേഹം ഇരയായി എന്നുമാണല്ലോ അദ്ദേഹം പറയുന്നത്. താങ്കള് ബോധപൂർവം മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, ക്രിയ, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദരണീയരായ ലീഗിന്റെ നേതാക്കളുടെ പേര്, ഇതൊക്കെ മാത്രമേ എല്ലായ്പ്പോഴും ഉപയോഗിച്ചിരുന്നുള്ളൂ. കാരണം ഇത് മേനി നടിക്കുമ്പോ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ താങ്കൾക്ക് തന്നെ വരണമെന്ന താങ്കളുടെ അതിബുദ്ധി, ആ നിർബന്ധ ബുദ്ധി താങ്കളെ കൊണ്ടുചെന്ന് ചാടിച്ചിരിക്കുന്നത് കൈ കഴുകാൻ പോലും പറ്റാത്ത വിധം, കൂട്ടുപ്രതി മാത്രമാണ് ഞാൻ, മുഖ്യപ്രതി അനന്തുവാണ് എന്ന് പറഞ്ഞ് കടികപ്പാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒറ്റ പ്രതിയേ ഉള്ളൂ. ആ പ്രതി മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള നജീബ് കാന്തപുരം എന്നുള്ള പേരുകാരനാണ്. രജിസ്റ്റർ ചെയ്തപ്പോൾ താങ്കളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് താങ്കൾ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് താങ്കൾ MLA അല്ലായിരിക്കും, അപ്പോഴായിരിക്കാം രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഒരു MLA ആയ ശേഷം താങ്കളുടെ പേരിൽ എന്തൊക്കെ നടത്തുന്നു എന്ന് താങ്കൾ വർഷാവർഷങ്ങളിൽ നൽകേണ്ടുന്ന ഡോക്യുമെന്റുകളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഇനി മാന്തി എടുക്കാൻ പോവാം. എല്ലാം താങ്കളുമായി ബന്ധപ്പെട്ട സകല ഇടപാടുകളും അതിന്റെ ഒരു അറ്റം പിടിച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ
ഒന്നുകിൽ വേഗം ഈ കുറ്റകൃത്യത്തിൽ ഒന്ന് എത്തുക. അപ്പൊ നമ്മൾ ഈ വിഷയം അവിടെ വിടും. പിന്നെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് താങ്കൾ പരിമിതപ്പെടും ഈ കാര്യത്തിൽ. അപ്പൊ നമ്മൾ മറ്റോരോരോ കാര്യങ്ങളായിട്ട് തുടങ്ങും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ, പെരിന്തൽമണ്ണക്കാരുടെ മുന്നിൽ ഏറ്റവും അവസാനത്തെ ആളെ ഉദ്ധരിക്കാൻ ഗാന്ധി ജയന്തി ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും ഒക്കെ താങ്കൾ നടത്തിയ പൊറാട്ട് നാടകം അവസാനിക്കുകയാണ്. താങ്കൾ നടത്തിയിരുന്നത് ഒരു വലിയ തട്ടിപ്പായിരുന്നു. CSR ഫണ്ട് താങ്കളിലേക്ക് എത്തിയത് എത്ര, ചെലവാക്കിയത് എത്ര എന്നുള്ളത് താങ്കൾ തന്നെ ഈ പുറത്തുവിടുമ്പോഴേ ഞങ്ങൾക്ക് പറയുമ്പോൾ കാരണം ഒന്നും താങ്കൾ ഇന്നേവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് പുറത്തുവിടുക. അതിനോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് താങ്കൾ ആവർത്തിച്ചു പറയുന്നു എന്ന് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിനാണ് താങ്കൾ ഇരയായത് എന്ന് ഈ NGO സബ്മിറ്റ് ഒക്കെ മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നടത്തിയ ദിവസം നോക്കിക്കോളൂ. ഗാന്ധി ജയന്തി ദിനത്തിലാണ്. ഇതൊക്കെ ഈ കള്ളന്മാരുടെ ഒരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജിയുടെ ക്ലാസിക് ഉദാഹരണമാണ് നജീബ് ക്രൈമുകൾ എന്ന് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് മനസ്സിലാകും. അപ്പൊ NGO സബ്മിറ്റ് വിളിച്ചു ചേർത്തിരിക്കുക എന്തിന്? ഇനി നമുക്ക് നാഷണൽ NGO കോൺഫെഡറേഷൻ വേണ്ട, മുദ്രാ ചാരിറ്റബിൾ ട്രസ്റ്റ് മതി. എന്തിന്? മലബാറിലെ, മലപ്പുറത്തെ, കോഴിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൊടുവള്ളിയാണ്. ആ കൊടുവള്ളി എന്നൊരു പേര് ഞാൻ പരാമർശിച്ചതിന്റെ പേരിൽ പത്രക്കാരുടെ ഒരു ചോദ്യം വന്നപ്പോഴേക്കും അദ്ദേഹം ഞാൻ ഒരിക്കലും കൊടുവള്ളി എന്നുള്ള ഒരു നാടിനെയോ അവിടെയുമായി ബന്ധപ്പെട്ട് ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്കല്ല ഞാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ ജന്മനാട് എന്ന പ്രദേശം കൊടുവള്ളി എന്നുള്ള രീതിയിലാണ്. ആ പ്രദേശം അദ്ദേഹത്തിന്റെ കാന്തപുരം എന്നുള്ള പേര് പോലും നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിന്റെ രണ്ടാം ഭാഗം കൂടിയാണ്. അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് പോലും കാന്തപുരം എന്നാണ്. സ്ഥലപ്പേരിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പേരായി ഒരു വ്യക്തിയുടെ, ഒരു മഹൻ വ്യക്തിയുടെ പേര് മാറി. ആ പേര് താങ്കളുടെ മാലായി നിൽക്കുന്നു എന്നുള്ള വലിയ അരോചകരമായിട്ട് ഒരു വസ്തുത ഇവിടെയുണ്ട്. അത് കൊടുവള്ളിയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും അത് ചില പത്രക്കാരെ ചോദിച്ചതും. താങ്കൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയ സ്ഥിതിക്ക് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊടുവള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ, നജീബ് കാന്തപുരവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ നിഗൂഢതകൾ തോന്നുന്ന ഒരു വാക്ക് പുറത്തുവിടുകയാണ്. അരൂഹ. എന്താണ് അരൂഹ? ആരാണ് അരൂഹ? കൊടുവള്ളിയിലെ ഞാൻ കേട്ടിരിക്കുന്നത് ഇതെന്തോ ഇന്റർനാഷണൽ ട്രാവൽ ഏജൻസിയാണ്. ആളുകളെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു കൊടുക്കലും മറ്റ് പല സംവിധാനങ്ങളും ഒക്കെയാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത്. പക്ഷേ നജീബ് കാന്തപുരവുമായി ബന്ധപ്പെട്ട് അരൂഹ എന്ന് പറയുന്ന ഈ സ്ഥാപനം, ഈ രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റി, അതെങ്ങനെയാണ് ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ എല്ലാ അറ്റവും പിടിച്ചു ചെല്ലുമ്പോ ചെന്നെത്തുന്ന ഒരു വാക്കായി, ഒരു ബിസിനസ് പങ്കാളിയായി നജീബ് കാന്തപുരത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ബിസിനസ് പണം പൂൾ ചെയ്ത് അതിനെ വകമാറ്റുന്നതിനുള്ള ഒരു താവളമായി, ഇടത്താവളമായി ഒക്കെ മാറുന്നത് എന്ന് വേറെ ആരും അന്വേഷിച്ചില്ലെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട ലീഗുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപക്ഷെ ഈ മനുഷ്യന് വേണ്ടി തീർക്കുന്ന പ്രതിരോധം ഈ പ്രസ്ഥാനത്തിലെ കുക്കുത്തുകൾക്കുള്ള സ്വീകാര്യതയായി മാറും. ലീഗുകാർക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നജീബ് കാന്തപുരം ചെയ്ത ക്രൈം എന്താണെന്ന് നിങ്ങൾ വേറെ ആരോടും ചോദിക്കേണ്ട. നജീബ് കാന്തപുരത്തിനോട് തന്നെ ചോദിക്കുക. പോയി ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഹേ അരൂഹ എന്ന് മാത്രമാണ്. നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ വഞ്ചിതരാവുകയായിരുന്നു. നിങ്ങളുടെ പേര് കൂടി പറഞ്ഞ്, ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ്, ആ പ്രസ്ഥാനം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയെ കൂടി കൂട്ടുപിടിച്ച് അവനവന്റെ കഴിവുകളിനെ, അവനവന്റെ നിയമപരമായ എല്ലാ തരം തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും നിയമത്തിന് അനുശാസിക്കുന്ന ശിക്ഷകളിൽ നിന്ന് ഇളവ് തേടാനുള്ള താങ്കളുടെ സൗകര്യപൂർവമായ ന്യായങ്ങൾ ഒന്നും തന്നെ കേരള പൊതുസമൂഹം ഇനി ചർച്ച ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി ഒരു പത്രസമ്മേളനം വിളിക്കാൻ താങ്കൾ ധൈര്യപ്പെടില്ല. കേസ് മുഴുകുമ്പോൾ താങ്കൾ അബ്സ്കോണ്ടിംഗ് വരെ ആകേണ്ടി വരും. അന്യസംസ്ഥാനത്ത് നിന്ന് പത്രസമ്മേളനം വിളിക്കേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച താങ്കൾ നേരിട്ടാണ് മുദ്രയുടെ പേരിൽ പണം കൈപ്പറ്റിയത് എന്ന് ഞാൻ പറഞ്ഞു. മുദ്രയുടെ പേരിൽ പണം കൈപ്പറ്റുന്ന സമയത്ത് റെസീറ്റ് കൊടുത്തതൊക്കെ ഇന്നലെ തന്നെ പത്രമാധ്യമങ്ങൾക്ക് മുന്നേ കൊടുത്തതാണ്. ഇതാണ് അതിന്റെ റെസീറ്റിന്റെ രീതി. ഇങ്ങനെയാണ് ആ റെസീറ്റ്. ഇതിനെവിടെയും നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരില്ല. മുദ്ര നേരിട്ട് പണം കൈപ്പറ്റുന്നു. വിവിധങ്ങളായ പദ്ധതികളിലൂടെ ഇത്തരം റെസീറ്റ് അടിച്ചാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. രസകരമായ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയും അദ്ദേഹത്തിന്റെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ഓഫീസ് ഇറക്കിയ വാട്സാപ്പിൽ 31/5/2024 അദ്ദേഹം പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഇപ്പോൾ അപേക്ഷിക്കാം. മിസ്റ്റർ നജീബ് കാന്തപുരം, താങ്കൾ പറഞ്ഞല്ലോ ഒരുപാട് MLA മാർ താങ്കളെ പോലെ തന്നെ ഇത് തട്ടിപ്പിനിരയായി, വെട്ടിപ്പിനിരയായി.
ഇല്ല ഹേ, മറ്റ് 139 പേരും താങ്കളെ പോലെ അല്ല ഇതില് അറിയാതെ പെട്ടുപോയത്. അവർക്ക് ഇതിന്റെ സാങ്കത്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇതൊരു തട്ടിപ്പാണെന്ന് തന്നെ കേരള പൊതുസമൂഹത്തിന് ആർക്കും മനസ്സിലായിരുന്നില്ല. അത് മനസ്സിലാക്കിയവരേക്കാൾ പെരുന്തൽമണ്ണ MLA ആണ്. കാരണം അതുകൊണ്ടാണ് താങ്കൾ ക്ലെയിം ചെയ്തതുപോലെ ശരിയാണ്, അനന്തകൃഷ്ണന്റെ കൂടെ ഒരു ഫോട്ടോ പോലും നജീബ് കാന്തപുരത്തിനെ കാണില്ല. കാരണം എന്താ? പെരിന്തൽമണ്ണയിലെ ക്രൈമിൽ അനന്തകൃഷ്ണൻ പങ്കാളിയല്ല. പെരിന്തൽമണ്ണയിൽ ഈ സ്കീമിൽ അനന്തകൃഷ്ണന് ഒരു ഇടനിലക്കാരന്റെ റോള് പോലും ഇല്ല. അനന്തകൃഷ്ണനെ സൈഡാക്കി എല്ലാം താങ്കൾ ഏറ്റെടുത്തതുകൊണ്ട് താങ്കൾക്ക് പിന്നെ എന്തിനാണ് അനന്തകൃഷ്ണന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ? എന്തിനാണ് താങ്കൾക്ക് അനന്തകൃഷ്ണന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇല്ല? മറ്റുള്ളവർക്കൊക്കെ അതുണ്ട്. അത് കാരണം അവർ ചെയ്ത അത്ര കുറ്റം പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞതിന്റെ ആവശ്യം താങ്കൾ ചെയ്തത് അനന്തകൃഷ്ണനെ മാറ്റി നിർത്തി താങ്കൾ നേരിട്ട് നടത്തി. ആ നേരിട്ട് നടത്തുന്നതിന് താങ്കൾ ആദ്യകാലങ്ങളിൽ, ഇപ്പൊ ഞാൻ സത്യസന്ധമായി തന്നെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇതിന് ആ വാചകം മറച്ചു വയ്ക്കുന്നില്ലല്ലോ. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ് നാഷണൽ NGO കോൺഫെഡറേഷന്റെ സഹായത്തോടെ, നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിലും ഈ ക്രൈം നേരിട്ട് നടത്തിയത് നാഷണൽ NGO കോൺഫെഡറേഷനോ അവരുമായി ബന്ധപ്പെട്ട ഒരു MLAയോ ജനപ്രതിനിധിയുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റ് സംഘടനകളാണ്. ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയമായ സംഘടനാ മേൽവിലാസങ്ങളുടെ ഭാഗമായിട്ടുള്ള പലതും ഉണ്ടാകാതിരിക്കാം. എന്റെ വിഷയം ആ ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരി തെറ്റുകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതിനും അപ്പുറം രാഷ്ട്രീയമായി എന്തെങ്കിലും ഇതിൽ LDF UDF എന്നുള്ള ഒരു വഴിയെ ഉണ്ടാക്കുക എന്നുള്ളതും ഒന്നുമല്ല. പകരം ഒരു ജനതയെ വിദഗ്ധമായി പറ്റിക്കപ്പെടുന്ന തരത്തിലേക്ക് ഒരു ജനപ്രതിനിധി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനാരെങ്കിലും ഒക്കെ തടയിടണ്ടേ? അതിന് നിയമപരമായ ഉത്തരം അറിയിക്കാനുള്ള ബാധ്യത ഈ സമൂഹത്തിൽ ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? ആ ഒരു റോളിൽ മാത്രം എന്നെ കണ്ടാൽ മതി. അല്ലാതെ ഇത് ഒരു തരത്തിലും രാഷ്ട്രീയ ആരോപണം പോലുമല്ല. ഈ ആരോപണം കേരളത്തിൽ ഇനി ഇത്തരം തട്ടിപ്പ് മാതൃകയുടെ പേരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ജനപ്രതിനിധി എന്നുള്ള മേൽവിലാസത്തെ ഒരാൾ പോലും ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉറപ്പാണ്. കാരണം പണം എവിടെ നിന്ന് വന്നാലും അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഇരിക്കുന്ന പദവി 140 MLA-മാർക്ക് മാത്രമല്ല, വാർഡ് മെമ്പർമാർ മുതൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വരെ ആ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു നാടായിട്ട് ഇത് മാറണം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവന്റെ തലയിൽ കയറി നിരങ്ങുന്ന പ്രവണതയെ നമുക്ക് അവസാനിപ്പിക്കണം. ഇതിൽ അദ്ദേഹം നാഷണൽ NGO കോൺഫെഡറേഷന്റെ സഹായത്തോടെ പെരിന്തൽമണ്ണ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വനിതകൾക്ക് പകുതി വിലയിൽ സ്കൂട്ടർ വിതരണം ചെയ്യുന്നു. ആര് വിതരണം ചെയ്യുന്നു? ഈ വാചകം വായിച്ചു കേട്ട് നിങ്ങൾ എനിക്ക് മറുപടി തരണം. പ്രിയപ്പെട്ട ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്ന പത്രസുഹൃത്തുക്കളാണെങ്കിലും ശരി, കാണുന്നവരാണെങ്കിലും, പ്രിയപ്പെട്ട ലീഗുകാരും പ്രിയപ്പെട്ട UDF പ്രവർത്തകരും, ആരാ വിതരണം ചെയ്യുന്നത്? നാഷണൽ കോൺഫെഡറേഷൻ NGO കോൺഫെഡറേഷൻ ആണോ? അല്ല, മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വനിതകൾക്ക് പകുതി വിലയിൽ സ്കൂട്ടർ വിതരണം ചെയ്യുന്നു. ആ ഒരു വാചകത്തിന് ശേഷമാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. മുദ്ര ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന സുസ്ഥിര വികസന സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായാണ് വനിതകൾക്ക് പകുതി വിലയിൽ സ്കൂട്ടർ, തയ്യൽ മെഷീൻ, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, കർഷകർക്ക് ജൈവവളം, വാട്ടർ പ്യൂരിഫയർ എന്നിവ വിതരണം ചെയ്യുന്നത്. നല്ല കാര്യം. താങ്കളുടെ പ്രവർത്തനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിയമപരമായി താങ്കളിലേക്ക് വരുന്ന ഏത് ഫണ്ടും താങ്കൾക്ക് വിനിയോഗിക്കാം. ഒരു മനുഷ്യനും താങ്കളെ ചോദ്യം ചെയ്യില്ല, ഞാനോ വേറെ ഒരാളോ. പക്ഷേ അല്ലാതെ വന്ന സകല ഫണ്ടിനും അതിനൊരു ട്രെയിൽ ഉണ്ടാവും മനുഷ്യൻ. ആ ട്രെയിൽ അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസികളും അങ്ങനെയാണ്. പണമിടപാടിന്റെ ഒരു ട്രെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിന്റെ അറ്റം പിടിച്ചത് പോയി തുടങ്ങും. ഇവിടെ മുദ്രയിലേക്ക് വന്ന സകല പണമിടപാടുകളുടെയും അറ്റം പിടിച്ച് പുറകിലേക്ക് പോകേണ്ടി വരും. എവിടെ നിന്ന് വന്നു? അത് എവിടേക്ക് ചെലവായി? താങ്കൾ ഈ പറയുന്ന കോൺഫെഡറേഷന്റെ അക്കൗണ്ടിലേക്ക് താങ്കൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നതിലൊക്കെ താങ്കൾ ഈ മേശയിൽ അടിച്ചു കാണിച്ചാൽ പോരാ. താങ്കളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതി. എനിക്ക് കൈകൊണ്ട് തരണമെന്നൊന്നും പറയുന്നില്ല. പൊതുസമൂഹത്തിന് ബോധ്യം വരേണ്ടത്. താങ്കൾ ആവർത്തിച്ചൊരു വാക്ക് ഉപയോഗിച്ചത് ഓഡിറ്റ്. അതെ, ഓഡിറ്റ് ചെയ്യണം. നിയമപരമായ ഓഡിറ്റ് ഉണ്ട്, ഇന്റേണൽ എക്സ്റ്റേണൽ എന്നൊക്കെ പറഞ്ഞിട്ടു. അതെ, അതിനേക്കാൾ വലിയൊരു സാധനം ഉണ്ട്. അതിന്റെ പേര് സോഷ്യൽ ഓഡിറ്റ് എന്നാണ്. സമൂഹം താങ്കളെ ഓഡിറ്റ് ചെയ്യണം. കാരണം താങ്കൾ ജനപ്രതിനിധിയാണ്. താങ്കളുടെ സോഷ്യൽ ഓഡിറ്റ് അതിനൊരു പരിധിയോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. നിയമത്തിൽ അതിനും വ്യവസ്ഥയുണ്ടെങ്കിൽ പോലും താങ്കളെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ കേരളത്തിന് പാടില്ല എന്നുണ്ടോ? താങ്കൾ ജനപ്രതിനിധിയല്ലേ, താങ്കളെ ഓഡിറ്റ് ചെയ്യും. ആ സോഷ്യൽ ഓഡിറ്റിന് താങ്കൾ വിധേയനാവും. താങ്കൾ അതുകൊണ്ട് തന്നെ കൊടുത്തു വാങ്ങി എന്ന് പറയുന്ന സകല പണമിടപാടുകൾക്കും അടിയന്തരമായി താങ്കളുടെ വെബ്സൈറ്റിൽ ചെയ്താൽ മതി. നല്ല വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും, പത്രക്കാർക്കും പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ. എന്നിട്ട് ഒരു ജനപ്രതിനിധി നേരിട്ട് തട്ടിപ്പിന് ആളെ കൂട്ടുന്ന വാചകമാണ് അടുത്തത്.
താല്പര്യമുള്ളവർ 2024 ജൂൺ 5-നകം പെരിന്തൽമണ്ണ MLA ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. ഇതാണ് താങ്കളെ വ്യത്യസ്തരാക്കുന്നത്. ഈ വ്യത്യസ്തത കൊണ്ടാണ് മറ്റ് MLA-മാരോ മന്ത്രിമാരോ ഒക്കെ ഇതിന്റെ ഉദ്ഘാടന പരിപാടികളിലോ വിതരണ പരിപാടികളിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ 139 പേരുടെ ഓഫീസിന്റെ നിലയും ഇന്നലെ എന്തുണ്ടായില്ല, പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. ഈ 139 പേരും ഒരു ചാനലിന് മുമ്പിൽ വന്നിരുന്ന് 3 തവണ പത്രസമ്മേളനം നടത്തേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ? പൊതുസമൂഹത്തിന്റെ ഓഡിറ്റിൽ അവർ പറ്റിക്കപ്പെട്ടതാണ് എന്ന് പൊതുസമൂഹത്തിന് ഒരു ചെറിയ വിലയിരുത്തലുണ്ടാകാം. ഇനി അതിന്റെ പുറകെ വേറെ എന്തെങ്കിലും പുറത്തു വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ താങ്കളുടെ പുറത്ത് വന്നതുകൊണ്ട് മറ്റുള്ളവരുടെ പുറത്ത് വരാതെ ഇരിക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും വന്നില്ലല്ലോ എന്നെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതോ ഒന്നും ആ ഇരവാദമൊന്നും വിലപ്പോകില്ല. കാരണം അവരാരും ഇരകളെ ക്ഷണിച്ചിട്ടില്ല, ഇരകളാകാനും ക്ഷണിച്ചിട്ടില്ല. MLA ഓഫീസിൽ അപേക്ഷ നൽകിയതാണ്. വിശദവിവരങ്ങൾക്ക് എന്ന് പറഞ്ഞ് ബന്ധപ്പെടേണ്ട നമ്പർ താങ്കൾ തന്നെ അന്വേഷിച്ചാൽ അറിയാമല്ലോ ആരുടെ നമ്പറാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്. താങ്കളുടെ ഓഫീസും താങ്കളുടെ തന്നെ നമ്പറാണ്. ഇവിടെയാണ് അദ്ദേഹം വേറൊരു രസകരമായ ചോദ്യം ചോദിക്കുന്നത്. എന്താ അദ്ദേഹം ചോദിക്കുന്നത്? ഞാൻ ഇത്രയൊക്കെ പരസ്യം ചെയ്തിട്ട് തട്ടിപ്പ് നടത്തുമോ? ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുമോ? അതായത് അദ്ദേഹത്തിന്റെ ഇതാ FIR-ന്റെ കോപ്പിയാണ്, ആദ്യത്തെ ക്രൈം രജിസ്റ്റർ ചെയ്തതിന്റെ FIR-ന്റെ കോപ്പിയാണ്. ഇനിയുള്ള എത്രയോ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതനുസരിച്ച് കൂടുതൽ FIR-കൾ അവിടെ പെരുന്തൽമണ്ണയിൽ ഈ സ്വഭാവത്തിൽ വരുന്നതാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ ഉപയോഗിച്ച വാക്ക് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് തട്ടിപ്പില് എനിക്ക് എന്താ ബുദ്ധി ഇല്ലെന്നാണ് സ്വയം താങ്കൾ നാട്ടുകാരെ ചോദിച്ച് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചത്. അതായത് താങ്കൾ ബുദ്ധിമാനായിരുന്നു എങ്കിൽ താങ്കൾ ഇങ്ങനെ റെസീറ്റ് അടിച്ചു കൊടുത്ത് തട്ടിപ്പ് നടത്തുവോ, സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ റെസീറ്റ് തട്ടിപ്പ് നടത്തുവോ എന്നൊക്കെയാണ് താങ്കൾ ചോദിച്ചത്. അതിന്റെ അർത്ഥം താങ്കൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊക്കെ ചെയ്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത്. എങ്കിൽ അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇതൊക്കെ ചെയ്തത്. കാരണം താങ്കൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്തായാലും പബ്ലിക് സ്ക്രൂട്ടിനിയിലാണ്, ഗവൺമെന്റ് സ്ക്രൂട്ടിനിയിലാണ്. അതിനെ ചോദ്യം ചെയ്യും. അതിന്റെ വരവുകളെ ചെലവുകളെ നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നത് പൊതുസമക്ഷത്തിൽ വെക്കേണ്ടി വരും. എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ അതിന്റെ പേരിൽ അന്വേഷണങ്ങൾ നടത്തും. അപ്പൊ മനസ്സിലാവും പൊതുജനങ്ങൾക്ക് ഇത് എന്തിനാണ് ചെയ്തത്, ഇതൊരു മറയായിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നതിന് അനന്തകൃഷ്ണനെ പരിചയപ്പെട്ടപ്പോ പകുതി കുറ്റം അനന്തുവിലേക്ക് കൂടി ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന വിധമുള്ള ഒരു എക്സിറ്റ് റൂട്ട് താങ്കൾക്ക് തെളിയുകയാണെങ്കിൽ തെളിഞ്ഞോട്ടെ എന്ന് താങ്കൾ വിചാരിച്ചു കാണും. അതിന്റെ പുറകിലായിരിക്കാം താങ്കൾ ഈ നാടകം കെട്ടാൻ തീരുമാനിച്ചത്. അതായത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ റെസീറ്റ് കൊടുത്തത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. കാരണം ഇതിന്റെ നന്മ, ഇതിന്റെ നല്ലത് താങ്കളിലേക്ക് വരണമെങ്കിൽ അത് ചെയ്യണം താങ്കൾ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് എന്റെ ഏറ്റവും വലിയ സുതാര്യതയുടെ തെളിവല്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടാൻ താങ്കൾക്ക് പറ്റുമെന്നാണ് താങ്കൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് താങ്കളുടെ സുതാര്യതയാണ് എന്ന് നമുക്ക് പറയാം. എപ്പോ താങ്കളുടെ മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ രൂഹ എന്താണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ താങ്കൾക്ക് വെളിവാക്കാൻ സാധിക്കുമെങ്കിൽ ഇനി ഇതൊന്നുമല്ലാത്ത വിധം ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ലീഗ് നജീബ് കാന്തപുരത്തിനെ ഒറ്റപ്പെടുത്തണം എന്നുള്ള ആവശ്യത്തിലേക്ക് ഈ പത്രസമ്മേളനത്തിന്റെ അവസാനം എത്തിച്ചേരാമെന്ന് പറഞ്ഞതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. താങ്കൾ ഇതൊരു സ്കാമാണ്, ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണ്, ഈ ക്രൈമിന്റെ ഇന്റൻസിറ്റി ഇത്രയും ഭീകരമായിരുന്നു നമുക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയാനാണ് ശ്രമിച്ചത്. പക്ഷെ താങ്കൾക്ക് ഇത് മനസ്സിലായിരുന്നു, ഇതിന്റെ ഇന്റൻഷൻ മനസ്സിലായിരിക്കുന്ന ഒരു ആളായിരുന്നു താങ്കൾ. അതുകൊണ്ട് തന്നെ അനന്തു കൃഷ്ണൻ താങ്കൾ പെരിന്തൽമണ്ണയിലേക്ക് അടുപ്പിച്ചില്ല. അനന്തുവിന്റെ കൂടെ ഒരു ഫോട്ടോയും എടുക്കേണ്ടതോ നാഷണൽ NGO കോൺഫെഡറേഷന്റെ മേൽവിലാസത്തിൽ ഇത് നടപ്പിലാക്കണം എന്നുള്ളതിന്റെ ഒരു നിർബന്ധവും താങ്കൾക്കില്ല. കാരണം ഇതിന്റെ ക്രെഡിറ്റ് വന്നു ചേരേണ്ടത് മുഴുവൻ താങ്കൾക്കായിരുന്നത് കൊണ്ട് താങ്കൾ അത് വളരെ വിദഗ്ധമായി ചെയ്തു എന്നുള്ളതാണ്. ഇനി താങ്കൾക്ക് ഒരു മറു വീഡിയോ കാണിച്ചു തരാം. താങ്കളുടെ പത്രസമ്മേളനത്തിൽ ഒരു വീഡിയോ കാണിക്കില്ല, എന്തൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ താങ്കൾക്ക് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കേൾക്കണം. താങ്കളുടെ വീഡിയോ ആണ്, താങ്കൾ മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ താങ്കൾ
ആളുകളെ കൂട്ടിയത് താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഫ്രാഞ്ചൈസി തുടങ്ങാനാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അനന്തുവിന്റെ ഫ്രാഞ്ചൈസി നേരിട്ട് നടത്തിയ ഒരേ ഒരു MLA നജീബ് കാന്തപുരമാണ്. അതിന്റെ പേരായിരുന്നു മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. ഫ്രാഞ്ചൈസി അവസാനം അത് ഫ്രാഞ്ചൈസി കൊടുത്ത അതിന്റെ മാതൃസ്ഥാപനത്തെക്കാൾ വളർന്നു എന്നുള്ളത് മാത്രം. കാരണം ആ വളർച്ചയാണ് മുദ്രയിലൂടെ താങ്കൾ ഉദ്ദേശിച്ചതും. ആ വളർച്ചയിലൂടെയാണ് സാധാരണക്കാരായിരുന്ന സമൂഹത്തിന് നല്ലത് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ താങ്കളുടെ ഈ ഉദ്യമത്തിന്റെ ഭാഗമാക്കി നിർത്തി അതിന് ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ താങ്കൾ ശ്രമിച്ചതും ആ ശ്രമം ഇതുവരെ പിടിക്കപ്പെടാതെ പോയതും ആ പിടിക്കപ്പെടാതെ പോയതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ രക്ഷപ്പെടും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് എങ്കിൽ അതിനുള്ള സാധ്യതകൾ ഇനി അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളത് ഇനി താങ്കൾക്ക് പറയാനുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. നേരത്തെ വാങ്ങിയ മുട്ടുസൂചിക്ക് അടക്കം കണക്കുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പെരുന്തൽമണ്ണക്കാർക്കൊക്കെ പാട്ടായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നാട്ടിൽ പാട്ടാണ് എന്താണെന്ന് അറിയോ? MLA ഓഫീസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ, പലചരക്ക് വാങ്ങുമ്പോൾ, പച്ചക്കറി വാങ്ങുമ്പോൾ, മീൻ വാങ്ങുമ്പോഴൊക്കെ ഗൂഗിൾ പേ പോകുന്നത് കാനറ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ ഞാനിപ്പോ പറയുന്നില്ല. ആ കാനറ ബാങ്കിലെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പുറത്തുള്ള എത്രയും പെട്ടെന്ന് കാനറ ബാങ്കിലെ മുദ്രയുടെ പേരിൽ നിന്നുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പേരിൽ നിന്നാണ് GPay ട്രാൻസാക്ഷൻ ലഭിക്കുന്നവരൊക്കെ അവർക്ക് അതുകൊണ്ട് തന്നെ പെരുന്തൽമണ്ണക്കാർക്ക് മുദ്ര ഭയങ്കര സുപരിചിതമാണ്. കാരണം എന്താ, MLA ബന്ധപ്പെട്ട കാറിന് പെട്രോൾ അടിച്ചാലും വീട്ടിക്ക് മീൻ വാങ്ങിയാലും പണം ചെല്ലുന്നത് GPay ചെല്ലുന്നത് മുദ്രയുടെ കാനറ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നാണ്. അക്കൗണ്ട് നമ്പർ ഞാനിപ്പോ വ്യക്തമാക്കി തരാം. ഇതിന്റെയൊക്കെ കണക്ക് നമ്മുടെ കയ്യിൽ താങ്കളത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കാണിച്ചാൽ